രണ്ട് ഫ്രെയിമുകൾ ഓർമ്മിപ്പിച്ചോട്ടെ. ലഗാനിൽ ഒരു സീനുണ്ട്. ബ്രിട്ടീഷ് ക്യാപ്റ്റൻ റസൽ ആമിർ ഖാന്റെ കഥാപാത്രമായ ഭുവനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എന്തറിയാമെന്ന്. ജീവിക്കാൻ വേണ്ടി ഏറ്റെടുത്ത വെല്ലുവിളിയിൽ അവസാന പന്ത് സിക്സറിന് പറത്തിയാണ് അയാൾ അതിന് മറുപടി നൽകുന്നത്. ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സിൽ 2002 നാറ്റ്വെസ്റ്റ് സീരീസ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയ ശേഷം ഫ്ലിൻഡോഫിന് ക്യാപ്റ്റൻ ഗാംഗുലി നൽകുന്ന മനോഹരമായ മറുപടിയുടെ മറ്റൊരു കാഴ്ചയുണ്ട്. പ്രതികാരം മധുരതരമാകുന്ന ചില നിമിഷങ്ങളുണ്ട്. സിനിമയിൽ മാത്രമല്ല, ക്രിക്കറ്റിൽ. അതെ, അഡ്ലൈഡിലെ കണ്ണീരിന് ടീം ഇന്ത്യ കണക്ക് തീർത്തിരിക്കുന്നു. കൃത്യം 19 മാസങ്ങൾക്ക് മുമ്പാണ് അഡ്ലൈഡിൽ ഇന്ത്യയുടെ കണ്ണീർ വീണത്. വേദി 2022 T20 ലോകകപ്പ് സെമി ഫൈനൽ. ടൂർണമെന്റ് ഫേവറിറ്റുകളായി വന്ന ഇന്ത്യയെ ആധികാരികമായായിരുന്നു ഇംഗ്ലണ്ട് വീഴ്ത്തിയത്. അതേ ഇംഗ്ലണ്ട് ഏതാണ്ട് 2 വർഷങ്ങൾക്കിപ്പുറം ഗയാനയിൽ ഇന്ത്യൻ പ്രതികാരത്തിന്റെ ചൂടറിഞ്ഞു. കണക്കുകൾ ബാക്കിവെക്കുന്ന ശീലം ടീം ഇന്ത്യക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും അല്ലെങ്കിലുമില്ല. ഏകദിന ലോകകപ്പിലെ തോൽവിയുടെ കടം അവസാന സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ടൂർണമെന്റിന്റെ പുറത്തേക്കുള്ള വഴിവെട്ടി മുമ്പ് തീർത്തതാണല്ലോ. മഴ രസം കൊല്ലിയായെത്തിയ ഗയാനയിൽ ആദ്യം ബാറ്റ് കൊണ്ടും പിന്നീട് ബോൾ കൊണ്ടും ഇന്ത്യ കണക്കു തീർത്തു. കിരീടം നിലനിർത്താൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ തകർത്താണ് ഇന്ത്യ മറ്റൊരു ഫൈനലിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നായകൻ രോഹിത്തും അക്സറും കുൽദീപും വിജയിച്ചേൽപ്പിക്കും. ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പരീക്ഷണമാണ്. സെമി ശാപം തീർത്തു വന്ന പ്രോട്ടീസും ഫൈനൽ ശാപം തീർക്കാനിറങ്ങുന്ന ഇന്ത്യയും. അതാണ് ഇത്തവണത്തെ ഫൈനൽ ഇക്വേഷൻ. ടൂർണമെന്റിൽ തോൽവി അറിയാതെ വരുന്ന ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുമ്പോൾ ഒരു ചരിത്രം പിറക്കുമെന്നുറപ്പ്. 2020 ലോകകപ്പിൽ തോൽവറിയാത്തൊരു ടീം കപ്പ് ഉയർത്താൻ പോകും. കപ്പിൽ കുറഞ്ഞൊന്നും ഇന്ത്യക്കും പ്രതീക്ഷിക്കാനില്ല. മറുവശത്ത് ഹേറ്റേഴ്സ് ഇല്ലാത്ത ദക്ഷിണാഫ്രിക്ക അവിടെ കന്നി ലോകകിരീടം ഉയർത്താമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഫൈനൽ വരെയുള്ള ഇന്ത്യയുടെ യാത്രയിൽ പ്രധാന ആശങ്ക കോഹ്ലിയുടെ മോശം ഫോമാണ്. കോഹ്ലി ഫൈനലിലേക്ക് ഒരു സർപ്രൈസ് കരുതിയിരിക്കുന്നു എന്നാണ് രോഹിത്തും ദ്രാവിഡും പറഞ്ഞത്. അതുതന്നെയാണ് ഇന്ത്യൻ ആരാധകരുടെയും പ്രതീക്ഷ. എന്നാൽ ഓൾറൗണ്ടർ ശിവം ദുബെ ഇതുവരെ ക്ലിക്കാകാത്തതാണ് മറ്റൊരാശങ്ക. ദുബയ്ക്ക് പകരം സഞ്ജു സാംസണെയോ യശസ്വിയെയോ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന് കോഹ്ലിക്ക് സ്വതസിദ്ധമായ 1 ഡൗൺ പൊസിഷൻ നൽകാൻ തയ്യാറാകുമോ എന്നത് കാത്തിരുന്നു കാണും. എങ്കിലും വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറാകില്ലെന്ന് തന്നെ തോന്നുന്നു. മറുവശത്ത് സൗത്ത് ആഫ്രിക്ക ഒരു ഡ്രീം റണ്ണിലാണ്. പടിക്കൽ കലമുടയ്ക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്ന് ട്രാക്ക് മാറ്റി ആത്മവിശ്വാസത്തിലാണ് മാർക്ക് ടോവും സംഘവും. 2007 വിൻഡീസിൽ വച്ചു നടന്ന ഏകദിന ലോകകപ്പ് ഇന്ത്യ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ക്യാമ്പയിനുകളിലൊന്നാണ്. അന്ന് ആദ്യ റൗണ്ടിൽ പുറത്തായ ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്ന ദ്രാവിഡ് ഇന്ന് ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ്. അതായത് ഒരു കണക്ക് കൂടി ബാക്കി. കപ്പെടുത്ത് ദ്രാവിഡിന്റെ കയ്യിൽ കൊടുക്കുക എന്നതാണ് ആ ഇതിഹാസത്തിന് നൽകാനാകുന്ന ഏറ്റവും മികച്ച ഫെയർവെൽ. അതുമാത്രമല്ല, 11 വർഷങ്ങൾക്ക് ശേഷം ഒരു ICC ട്രോഫി എന്ന ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷയുടെ ഭാരം കൂടി രോഹിത്തിന്റെ ചുമലിലുണ്ട്. എല്ലാറ്റിലും ഉപരിയായി രോഹിത്തും കോഹ്ലിയും ഈ കപ്പ് അത്രമേൽ അർഹിക്കുന്നുണ്ട്. കാണാം ആ സ്വപ്ന ഫൈനൽ.